വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. യെസ് മക്കളെ, നാളെ നമ്മുടെ എക്സാം ആണ് അല്ലേ. അപ്പം എനിക്കറിയാം നിങ്ങളുടെ സിലബസ് മാറിയത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും മിസ്സേ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് മിസ്സ് പറയാൻ പോകുന്നത്. ഓക്കെ, ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ഭൂവർമാരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത്? ഓക്കെ, ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക, അല്ലെങ്കിൽ എന്തായിരുന്നു ഗ്രേറ്റ് ട്രക്ക് എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. ഓക്കെ, പറയുന്നത് കേൾക്കുക മക്കളെ. മിസ് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ദക്ഷിണാഫ്രിക്കയുടെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു മേജർ കോളനി ആയിരുന്ന കേപ്പ് കോളനി ആരുടെ കയ്യിലായിരുന്നു? ഡച്ചുകാരുടെ കയ്യിലായിരുന്നു അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ തൊട്ടത്തെ തുടങ്ങുന്നു കേട്ടോ. ദ ബ്രിട്ടീഷ് ക്യാപ്ചർ ദ കേപ്പ് കോളനി ഫ്രം ദ ഡച്ച് ആൻഡ് ഇംപ്ലിമെന്റഡ് സർട്ടൻ പോളിസീസ് ദർ. അതായത് നമ്മുടെ ഓൾറെഡി ഡച്ചുകാരെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഒരു കേപ്പ് കോളനി ആര് പിടിച്ചെടുത്തു? നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. എന്നിട്ട് അവിടെ കുറച്ച് പോളിസീസ്, കുറച്ച് നിയമങ്ങളൊക്കെ, പോളിസികൾ അല്ലേ, കുറച്ച് നയങ്ങളൊക്കെ നടപ്പിലാക്കി. ഓക്കെ, എന്തൊക്കെയായിരുന്നു അവിടെ? അവിടെ ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് അവിടെ സോൾ ലാംഗ്വേജ് ആക്കി. കേപ്പ് കോളനിയിൽ എന്താണ് വേറൊരു ലാംഗ്വേജും പറ്റൂല, അവിടെ ഇംഗ്ലീഷ് ആയിരിക്കണം മെയിൻ ആയിട്ടുള്ള സോൾ ലാംഗ്വേജ്. ഏകഭാഷയാക്കി, ഇംഗ്ലീഷിനെ ഏകഭാഷയാക്കി മാറ്റി. ഓക്കെ, ദെൻ മിഡ് 19th century 19ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴേക്കും എന്താണ്? ബ്രിട്ടീഷ് അബോളിഷ് സ്ലേവറി ഇൻ ദെയർ കോളനീസ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്താണ് തങ്ങളുടെ കോളനിയിൽ എന്ത് ചെയ്തു എന്ന് പറയുന്നത്? സ്ലേവറി, അടിമത്വം എന്താണ് നിരോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന അടിമത്ത്, കാരണം ഭൂവർമാരെന്താണ് അടിമകളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുക കേട്ടോ. അടിമകളെ കൊണ്ട് കൃഷിയിടങ്ങളിൽ എന്താണ് പണിയെടുപ്പിച്ചിരുന്ന ആളുകളായിരുന്നു ഭൂവർമാർ. അപ്പോൾ ഇത് ഭൂവർമാരെന്താണ് എഫക്റ്റ് ചെയ്തു അല്ലേ. ഓക്കെ, നോക്കിക്കോ, 19ാം നൂറ്റാണ്ടിൻ്റെ എന്താണ് പകുതിയായപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു എന്ന് പറയുന്നത്? അടിമത്വം അല്ലേ, സ്ലേവറി എന്താണ് അബോളിഷ് ചെയ്തു, നിരോധിച്ചു. അങ്ങനെ ദിസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ ബൂവർ ഹൂ യൂസ്ഡ് ഇൻ സ്ലേവ് ടു കൾട്ടിവേറ്റ് ദെയർ ലാൻഡ്സ്. അടിമകളെ പ്രയോജനപ്പെടുത്തി ജോലി ചെയ്തിരുന്ന ഭൂവർമാരെ ഇത് നെഗറ്റീവായിട്ട് ബാധിച്ചു. ഓക്കെ, അതാണ് എന്ത് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള നയങ്ങൾ നിർത്തലാക്കാൻ ഇതിനെതിരെയായിട്ട് ഭൂവർമാർ നടത്തിയതാണ് എന്ത്? ഗ്രേറ്റ് ട്രക്ക്. ചോദിക്കുക, ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. നോക്കിക്കോ, ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ ആദ്യം നിങ്ങൾ ആ നയങ്ങൾ എഴുതിയിട്ട് വേണം ഈ ഒരു ഗ്രേറ്റ് ട്രക്ക് എന്താണ് ഇത് കേട്ടോ. ഈ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ഭൂവറുകൾ നടത്തിയിരുന്ന പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ ഗ്രേറ്റ് ട്രക്ക് ഈസ് ദ എക്സോഡസ് ഓഫ് ദ ബൂവേഴ്സ് ഇൻ ദ ഇന്റീരിയർ ഏരിയസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക അതായത് കേപ്പ് കോളനിയിൽ നിന്നും നമ്മുടെ ഉൾനാടൻ അതായത് ഉൾനാടൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുക? അവിടുത്തെ എന്താണ് ഇന്റീരിയർ ഏരിയാസിലേക്കുള്ള എന്താണ് പലായനമാണ്, ട്രക്കിനെയാണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നറിയോ? ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള നയങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി നടത്തിയതാണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ ഇത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ കുറേ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും.